സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു സംഗതി നിങ്ങളെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രൂക്ഷത നിങ്ങൾക്ക് മനസ്സിലാക്കില്ല. വൈദ്യുതി മുന്നറിയിപ്പില്ലാത്ത പവർ കട്ടിൽ ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിച്ചില്ല. പാലക്കാട് ഒരു കിടപ്പ് രോഗിക്ക് ദാരുണാന്ത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നു കളഞ്ഞു എന്നർത്ഥം. ഓക്സിജൻ കിട്ടാതെ, ശ്വാസം കിട്ടാതെ. എന്തുകൊണ്ടാ? ഈ കറണ്ട് കട്ടുകൊണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പിണറായി വിജയൻ ഭരണത്തിനിടയ്ക്ക് നിങ്ങൾ, എൻ്റെ പ്രേക്ഷകർ കേൾക്കാത്ത ഒരു വാർത്തയാണത്. ഇങ്ങനത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വാർത്ത കേട്ടു. ഓക്സിജൻ സിലിണ്ടർ പ്രവർത്തിക്കാൻ കറണ്ട് വേണം, അതുണ്ടായില്ല. ആ കിടപ്പ് രോഗി മരിച്ചു എന്നുള്ളൊരു ദുരന്ത വാർത്ത. ഇനി ഇത് നിങ്ങൾ കാണ്. SFIയുടെ സമരമാണ്, സോറി DYFI. ഇരുണ്ട കാലം വന്നെത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചൂട്ടുവും വിളക്കും മെഴുകുതിരിയും തീപ്പെട്ടിയും ഒക്കെ ആയിട്ട് SFIക്കാര് DYFIക്കാര് സമരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടോ. എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. SFIക്കാരും DYFIയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനു സമരം ചെയ്യണം? നിങ്ങൾ ആവശ്യമില്ലാത്ത കേരള ജനതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനു സമരം ചെയ്യണം? വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ 3.0 നമ്മുടെ കേരളത്തിൽ വരുമായിരുന്നു. പിണറായി വിജയൻ ആവശ്യമില്ല, ചിരിക്കുന്ന ഒരാളെ മാത്രം മതി എന്നാണ് ഇവിടുത്തെ കേരളം തീരുമാനിച്ചത്. ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി മതി. ഞങ്ങൾക്കൊരു എന്തൊക്കെയായാലും ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി വന്നല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാ സമരം ചെയ്യുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇവിടെ DYFIക്കാർ ഇറങ്ങുന്നത്? DYFIക്കാർ ചെയ്യേണ്ടത് അനങ്ങരുത് എന്നുള്ളതാണ്. അനങ്ങാപ്പാറ നയം. VD സതീശന് എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചോളൂ. ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞോളൂ. ജനങ്ങൾ അനുഭവിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ, ഞാനിപ്പോൾ അനുഭവിക്കാൻ പോകും. ഇപ്പം സമയം ഇപ്പം ഏകദേശം ഒരു 11:40 മിക്കവാറും 12 മണിക്ക് കറണ്ട് പോകും. ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. ഈ വീഡിയോ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് അപ്ലോഡ് ചെയ്യാൻ ചിലപ്പോൾ നാളെ ആവേണ്ടി വരും, കറണ്ട് വരേണ്ടി വരും, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു കൊടുക്കരുത്. ഞാനത് പറയാ, ഒന്നും ചെയ്തു കൊടുക്കരുത്. മിണ്ടാതെ കുത്തിരിക്കണം. കാരണം ഇതാ, വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയ തലത്തിലുണ്ട്. കേരളം കൂടുതലായിട്ട് വൈദ്യുതി ജനസംഖ്യാനുപാതികമായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നു. ഇപ്രാവശ്യം അത് 4700. എന്ത് 4000 ആയാലും 3000 ആയാലും നമ്മുടെ പിണറായി വിജയനുള്ള സമയത്ത് അത് കൃത്യമായിട്ട് വാങ്ങിച്ച് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. എന്തിനാണ് ഒരു ഗവൺമെന്റ്? ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് അല്ലേ? ജനങ്ങൾക്ക് വൈദ്യുതി കൃത്യമായിട്ട് നൽകുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് കഴിയുന്നില്ലെങ്കിൽ രാജിവെച്ച് പോണം. കഴിയുന്ന ആളുകൾ ആ ഒരു സ്ഥാനത്തേക്ക് കയറ്റി കൊടുക്കണം. ഞാനൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ പഴയതൊക്കെ എടുത്തു നോക്കിയത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നിടാങ്ങളെ, ഇവന്മാരെ ജയിപ്പിക്കല്ലേ. നിങ്ങൾ പെട്ടുപോവും. ഒരെണ്ണം കേട്ടില്ല, 100-ലധികം സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചു. എന്നിട്ട് അതൊന്നും പോരാഞ്ഞ് SFIക്കാരുടെ സമരം. തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും ഇനിയിപ്പോൾ മെഴുകുതിരി ഇതൊക്കെ വേണം. ഗവൺമെന്റ് ഏതായാലും അത് പിൻവലിക്കാനുള്ള നടപടികൾ തയ്യാറല്ല എന്നുള്ളതാണ്. എപ്പോഴും എല്ലിനോരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് കണ്ണടച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് കാണിക്കുന്നത് കൂടി കാണണം. അപ്പോൾ അതുകൊണ്ട് അതിനോട് പ്രതിഷേധിച്ചുകൊണ്ട് എല്ലാവർക്കും മെഴുകുതിരി വിതരണം ചെയ്യണമെന്നുള്ളതാണ്. മെഴുകുതിരി എന്ത് ആ സ്ത്രീകൾക്ക് എന്തോന്ന്? VD സതീശമേനും കൊടുത്ത വളരെ ഹാപ്പി ആയിട്ട് പോവാവുന്ന ആ ഒരു ബസ്സിൽ കയറി കുത്തിരുന്നിട്ട് ആ മെഴുകുതിരി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് വെറുതെ മെഴുകുതിരി ആ പിള്ളേർ തന്ന് നന്നായി, ഇനിയിപ്പോൾ രാത്രി കറണ്ട് പോയാൽ കത്തിക്കാലോ എന്ന ഒരു ചിന്താഗതി അല്ലാതെ ഇതിന്റെ യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായോ? മനസ്സിലാവില്ല. ഇപ്പത്തെ ആളുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു, എന്ത് ചെയ്യാനാ, കറണ്ടൊക്കെ പിണറായി വിജയൻ ഉപയോഗിച്ച് തീർത്തിത്രേ.
അതുകൊണ്ട് ഇവിടെ കറണ്ട് ഇല്ലത്രേ. ഞാൻ കേട്ടതാണ്, നാട്ടിലത്തെ സ്ത്രീകളെ വർത്താന. അതൊക്കെ പിണറായി വിജയൻ ഉപയോഗിച്ച് തീർത്തുത്രേ. പിണറായി വിജയൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത് ഉപയോഗിച്ച് തീർക്കില്ലായിരുന്നല്ല പണി. സുഹൃത്തുക്കളെ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ ഒരു സ്വയം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഈ ഡിവൈഎഫ്ഐക്കാർ സമരത്തിനിറങ്ങുന്നത്? ഒന്നും പറയുന്നത് 2 തീപ്പെട്ടി. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണത്തിൽ വ്യത്യസ്ത സമരവുമായി ഡിവൈഎഫ്ഐ. പവർക്കട്ട് സമയത്ത് നിഴൽ രൂപങ്ങൾ ഉണ്ടാക്കി അയക്കുന്നവർക്ക് പോരാ. ഇതൊന്നുമല്ല വേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല സമരം ചെയ്യേണ്ടത്. ഇനി SFI ചെയ്യേണ്ടത് ഇവിടുത്തെ KSUവിനൊപ്പം ചേർന്ന് നിന്ന് സമരം ചെയ്യണം. KSU എന്തായാലും സമരത്തിന് ഇറങ്ങുകയാണ് VD സതീശനെതിരെ. KSUവിനൊപ്പം ചേർന്ന് നിന്ന് സമരത്തിന് ഇറങ്ങണം. ഇന്ന് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള KSU നേതാവിനെ. ആക്ഷേപിക്കപ്പെട്ടവന്റെ ഒപ്പം ചേർന്ന് നിൽക്കണം ഇവിടുത്തെ DYFI. എന്നിട്ട് VD സതീശനെതിരൊക്കെ സമരം ചെയ്യണം. അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രി രാജിവെക്കുന്നവരെ ഒരല്പസ്വല്പമൊക്കെ ബോധവും ഒരു നയതന്ത്രജ്ഞയൊക്കെ ഉള്ള ഒരാളെപ്പോഴൊക്കെ കയറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിതിങ്ങനെ കുടുങ്ങും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബബ്ബായ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, സമരം ചെയ്യല്ലേ, മിണ്ടാതെ കുത്തിരിക്കുക, അനുഭവിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കളൊന്ന് അനുഭവിക്കട്ടെന്നേ, അതിനുള്ളൊരു അവസരം നൽകും നിങ്ങൾ. ഇത് അനുഭവിച്ച് പണ്ടാരടക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൊന്നു കളയും. വീട്ടിലച്ച കരണ്ടും ഇല്ല. ഇനിയിപ്പോൾ വേറെ എന്താണുള്ളത്? നേരം പോലെ ബസ്സിലും പോകാൻ പറ്റുന്നില്ല, ജോലിയുമില്ല. ഉള്ള ജോലി തന്നെ പിറ്റേ ദിവസം മുതൽ വരണ്ടെന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോടും പറയാണ്. അങ്ങനെ ജനങ്ങളുടെ പണ്ടാറടക്കണം. അങ്ങനെ ഇവർ അനുഭവിച്ച് പണ്ടാറടക്കി കഴിഞ്ഞാലാണ് പിണറായി വിജയൻ എത്ര നല്ലതായിരുന്നുള്ള തോന്നലുണ്ടാവുക. തോന്നലുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ അനുഭവിക്കാനുള്ള ഒരു അവസരം അല്ല, പെട്ടെന്ന് തന്നെ ഇത് ഒരു രക്ഷ കൊടുക്കല്ലേ. പൊന്നു DYFIക്കാരെ, CPM-കാരെ മിണ്ടായിരിക്കും. നിങ്ങളൊന്ന് ഒരു പൊടിക്കടങ്ങ് നിങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായമാണ്. ബൈ.